ഞാനും എൻ്റെ കൂട്ടുകാരൻ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരു അടി തന്നു, കവലത്തൊരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചാട്ടം ഇങ്ങനെ പാവല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലു എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായ തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞ്, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഷർട്ട് വലിച്ചു കീറി കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം നൽകി. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി നേരിട്ട ക്രൂര റാഗിങ്ങിനെ കുറിച്ച് കേട്ടാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു നീറും. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 7 പേരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ 11-ന് ക്യാമ്പസിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നു. പിന്നാലെ 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയെ SFIയുടെ യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. SFI പ്രവർത്തകരാണ് റാഗ് ചെയ്തതെന്ന് വിദ്യാർത്ഥി വെളിപ്പെടുത്തി. ക്യാമ്പസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന ക്രൂര റാഗിങ്ങിന്റെ കഥകൾ നടുക്കത്തോടെ കേട്ടത്. തൊട്ടു പിന്നാലെ തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലും സമാനമായ രീതിയിൽ ഒരു വിദ്യാർത്ഥി നേരിട്ട ദുരനുഭവത്തിന്റെ കഥകൾ ആ വിദ്യാർത്ഥി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് പിന്നിലും SFI പ്രവർത്തകരാണെന്ന് പറയുന്നു. നേരത്തെ വയനാട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥ നേരിട്ട റാഗിങ്ങിന്റെ കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോഴും അവിടെ പ്രതിക്കൂട്ടിലായത് SFI ആണ്. ഈ കാര്യവട്ടം ക്യാമ്പസിലെയും റാഗിങ്ങിന് പിന്നിൽ SFI പ്രവർത്തകരാണോ? എന്താണ് ഈ റാഗിങ്ങിന് കാരണമായി പറയുന്നത്? സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ടോം പറഞ്ഞ കാര്യം, അതായത് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ ഇഞ്ചിഞ്ചായി മർദ്ദിച്ച ആ ഒരു അനുഭവം, അത് പുറം ലോകം വളരെ ഞെട്ടലോടുകൂടി കേട്ട ഒരു സംഭവമാണ്. സിദ്ധാർത്ഥൻ്റെ ജീവൻ നഷ്ടമായിട്ട് ഇന്ന് 1 വർഷം തികയുന്ന ദിവസമാണ്. പൂക്കോട് വെറ്ററിനറി കോളേജിൽ ക്രൂര പീഡനത്തിനിരയായി സിദ്ധാർത്ഥൻ ജീവൻ വെടിഞ്ഞിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. ആ ദിവസമാണ് ടോം നമുക്ക് മറ്റൊരു വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതേ സമാന രീതിയിലുള്ളൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജിലാണ് 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. 7 സീനിയർ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ മർദ്ദിച്ചത്. ബിൻസ് എന്ന 1ാം വർഷ വിദ്യാർത്ഥിക്കാണ് ഈ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. കഴിഞ്ഞ 11-ന് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. അതിൽ അഭിഷേക് എന്ന ഒരു കുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നു. 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയെ തിരക്കി വീണ്ടും മർദ്ദിക്കുന്നതിന് വേണ്ടി, അതിന് കാരണമായത് ഈ മർദ്ദനമേറ്റ കുട്ടി പോലീസിൽ പരാതി നൽകി, കോളേജ് അധികൃതർക്ക് പരാതി നൽകി. ഇതാണ് സീനിയർ വിദ്യാർത്ഥികളെ ചൊടിപ്പിച്ചത്. ഈ വിദ്യാർത്ഥിയെ തേടിയാണ് സീനിയർ വിദ്യാർത്ഥികൾ എത്തുന്നത്. ആ സമയത്ത് ഇവരുടെ കയ്യിൽ അകപ്പെടുന്നത് ബിൻസാണ്. ബിൻസിനെ പിന്നീട് അവരുടെ കോളേജ് യൂണിയൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. മുഖത്തടിച്ചു, മുതുകിന് ഇടിച്ചു, ഷർട്ട് വലിച്ചു കീറി, നിലത്തിരുന്ന ശേഷവും മർദ്ദനം തുടർന്നു. കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തുപ്പിയ ശേഷം ഈ വെള്ളം കൊടുത്തു. അത് ഈ ദാഹം കൊണ്ട് തന്നെ കുറച്ച് കുടിക്കുകയും പിന്നീട് തുപ്പിക്കളയാൻ ശ്രമിക്കുകയും ചെയ്തു. മനം മടുത്ത് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് കുട്ടി പറയുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ വീണ്ടും മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി എന്നതാണ് പരാതി. ആദ്യത്തെ സംഭവത്തിൽ തന്നെ കഴക്കൂട്ടം പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പുറമെ ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മൊഴി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ഈ 7 പേർക്കെതിരെ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോളേജിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടുണ്ട്. 7 പേരെ സസ്പെൻഡ് ചെയ്തു. വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ, ഈ 7 സീനിയർ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ 3ാം വർഷ വിദ്യാർത്ഥികളാണ്. ടോം പറഞ്ഞതുപോലെ കോട്ടയത്തെ സംഭവം അത് നടുക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ മൂർച്ചയുള്ള വസ്തുക്കൾ വെച്ച് കാലിൽ കുത്തുകയും
ഡമ്പൽ ജനനേന്ദ്രിയത്തിൽ എടുത്തു വെക്കുകയും ചെവിക്കുള്ളിൽ ഫെവിക്കോൾ ഒഴിക്കുകയും അതോടൊപ്പം തന്നെ അടിവസ്ത്രത്തിനുള്ളിൽ ഈ ഫെവിക്കോൾ ഒഴിച്ച് ഒരുപാട് സമയം ഇരുത്തുകയും അങ്ങനെ അതിക്രൂരമായി ആ കുട്ടികളോട് പെരുമാറിയ സംഭവം അവർക്ക് ഇനി അവരെ പുറത്താക്കിക്കൊണ്ടുള്ള അവർ ഒരിക്കലും അവരുടെ വിദ്യാഭ്യാസം തുടരാൻ കഴിയാത്ത തരത്തിലുള്ള നടപടിയിലേക്ക് കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ ഈ പൂക്കോട് വെറ്ററിനറി കോളേജിൽ ക്രൂര പീഡനത്തിനിരയായ സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശിൻ്റെ പ്രതികരണം നമ്മൾ ഈ ഒരു വർഷം തികയുമ്പോൾ തേടിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഈ പ്രതികളുണ്ടെങ്കിൽ 18 പ്രതികളാണ് ആ കേസിലുള്ളത്. അങ്ങനെ പ്രതികളുണ്ടെങ്കിൽ പോലും അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള സഹായമാണ് പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഡീബാർ ചെയ്തു. ആൻറ്റി റാങ്കിങ് സെൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം തന്നെ കോടതി ശരിവെച്ചുകൊണ്ട് ഇവരെ പരീക്ഷ എഴുതിക്കാതിരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോയിരുന്നു. പക്ഷേ അവിടെയും വളഞ്ഞ വഴിയിലൂടെ അവർക്ക് എക്സാം എഴുതാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിച്ചു, കോളേജ് അധികൃതർ ശ്രമിച്ചു. അതിനെതിരെ പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയി നേരത്തെ ഉള്ള സ്ഥിതി, അതായത് തൽസ്ഥിതി, ഇവർക്ക് എക്സാം എഴുതാൻ കഴിയില്ല, പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന ഒരു സ്ഥിതി നിലനിർത്തുകയാണ്. അതിനും നിയമപോരാട്ടം വേണ്ടി വന്നു എന്നാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നത്. അതായത് ഇത്തരം കേസുകളിൽ പെടുന്നവരെ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു ലേബലിൽ പിന്നീട് സഹായിക്കുന്ന നിലയിലേക്ക് പോകുന്ന സാഹചര്യം. SFI-കാരാണ് ഇതിൽ ഉൾപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ അവർ SFI അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഇതുപോലുള്ള റാഗിംഗ് പോലുള്ള ക്രൂരത നമ്മുടെ ക്യാമ്പസുകളിൽ വിളയാടാനുള്ള കാരണം ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന നരനായാട്ട്. ഈ പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ കേസ് പരിശോധിച്ചാലും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പരിശോധിച്ചാലും ഒക്കെ അവിടെ SFI-യുടെ അതല്ലെങ്കിൽ SFI അനുകൂല സംഘടനകളുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെയാണ് ഈ കേസുകളിലൊക്കെ പ്രതിപട്ടികയിലുള്ളത്, പ്രതിക്കൂട്ടിലുള്ളത്. ഈ കേസ്, ഈ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ കേസ്, റാഗിംഗ് കേസിലും ഈ പറയുന്ന ആരോപണ വിധേയർ അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ളവർ SFI പ്രവർത്തകരാണ്. കോട്ടയത്തെ കേസിൽ ചില വിദ്യാർത്ഥികളെ, അതായത് പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തിട്ടുണ്ട്. ഈ തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഭവത്തിലും റാഗിംഗ് കേസിലും ഒരുപക്ഷെ നടപടി ഉണ്ടാകാം. പക്ഷേ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി SFI-യുടെ നേതൃത്വവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ അനുകൂല സംഘടനകളുമൊക്കെ രംഗത്തെത്തുമ്പോൾ ഇവിടെ ഈ ഇരകളാകുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് എങ്ങനെ നീതി ഉറപ്പാക്കാൻ കഴിയും? വിനോദ്, ടോം, ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ, ഇപ്പോൾ CPM ആണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും പോഷക സംഘടനയിൽ ഉൾപ്പെട്ട ആളുകൾ കുറച്ച് ഈ അധികാരം അല്ലെങ്കിൽ കയ്യാങ്കളി നടത്തുന്ന ഒരു രീതി അത് എല്ലാ കാലത്തും ഉണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ അത് KS-ന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. AVP ഭരിക്കുന്ന കോളേജാണെങ്കിൽ അവർ അവരുടെ ഒരു അധികാരം അവിടെ കാണിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന എന്നതിനപ്പുറത്തേക്ക് ഈ കുറ്റവാളികളെ ശിക്ഷിക്കുക, ഈ ക്രിമിനൽ വാസനയുള്ളവരെ പുറത്താക്കുക എന്നത് തന്നെയാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നതെങ്കിൽ ഇവർ വലിയ നേതാക്കളായാൽ എന്തായിരിക്കും സ്ഥിതി എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഇവർക്ക് വളം വെച്ച് കൊടുക്കുന്ന ഒരു രീതി, അത് ഈ കുട്ടികൾ ചെയ്യുന്നു അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നു എന്ന് ലഘൂകരിച്ച് മാറ്റാതെ കൃത്യമായ നടപടി, മിനിമം അവർ പ്രവർത്തിക്കുന്ന സംഘടനാ നേതൃത്വമെങ്കിലും അക്കാര്യത്തിലൊരു നിലപാട് കൈക്കൊള്ളണം. അത് SFI മാത്രം എന്ന കാര്യമല്ല നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏതൊരു വിദ്യാർത്ഥി സംഘടനയായിരുന്നാലും തെറ്റ് ചെയ്താൽ അവരെ തിരുത്താനുള്ള നടപടി സ്വീകരിക്കുക, വളഞ്ഞ വഴിയിലൂടെ വീണ്ടും അവരെ സംഘടനയുടെ ഭാഗമാക്കുകയോ അല്ലെങ്കിൽ പരോക്ഷമായി അവർക്ക് സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയോ അവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങളെ മാറ്റിമറിക്കുകയോ അവർക്ക് പരീക്ഷ എഴുതാനും വിദേശത്ത് പോകാനും കേസിനെ സ്വാധീനിക്കുക, സാക്ഷികളെ സ്വാധീനിക്കുക, അത്തരത്തിലുള്ള തെറ്റായ വഴിയിലൂടെ നേതൃത്വം കൂടി പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവർ കേസുകളിൽ ഉൾപ്പെടുന്നു, ആളുകളെ മർദ്ദിക്കുന്നു, ജൂനിയർ വിദ്യാർത്ഥികളെ തല്ലുന്നു, അതിക്രൂരമായി റാഗിംഗ് ചെയ്യുന്നു. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നേതൃത്വം കൂടി ഇത്തരം കുറ്റവാളികൾക്ക് വളം വെച്ച് കൊടുക്കുന്നു എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ഓരോ വീട്ടിൽ നിന്നും മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു കുഞ്ഞിനെ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി കലാലയത്തിലേക്ക് അയക്കുന്നത്. അവിടെ പോയി മൃതദേഹമായി വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥ, അത് ഭീകരമായ അവസ്ഥയാണ്. അത് നേരിടുന്നവർക്ക് അതിൻ്റെ ആഴം മനസ്സിലാകും. അവർക്ക് തീരാ കണ്ണീരാണ്. അവരുടെ ജീവിതകാലം മുഴുവൻ ആ നൊമ്പരം മനസ്സിൽ കൊണ്ട് നടക്കേണ്ടി വരും. അത്തരമൊരു രീതിയിലേക്ക് യുവതലമുറ പോകുന്നത് തടയുക എന്നത് തന്നെയാണ്. നമ്മൾ തിരുവനന്തപുരത്തെ ഒരു കോളേജിൽ കണ്ടതാണ്. രാത്രികാലങ്ങളിൽ അവരുടെ ഹോസ്റ്റലിൽ കഞ്ചാവ് വലിച്ച് കാണിക്കുന്ന കോപ്രായങ്ങൾ. വളരെ കുറച്ച് ദിവസം മുൻപാണ് അത്തരമൊരു ദൃശ്യം പുറത്തു വന്നത്. അവർ കോളേജ് ക്യാമ്പസിനുള്ളിൽ അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങൾ രാത്രികാലങ്ങളിൽ അവർ
കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ഈ കഞ്ചാവ് വലിക്കുന്നത് പരസ്യമായി തന്നെ അവർ വളഞ്ഞിരുന്ന് അത് ചിത്രീകരിക്കുകയും അത് പുറത്തു വരികയും ഒക്കെയും ചെയ്യുന്നു. ആ തരത്തിലാണോ ഒരു കലാലയം പ്രവർത്തിക്കേണ്ടത്? അല്ലെങ്കിൽ കലാലയവുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകൾ പ്രവർത്തിക്കേണ്ടത്? ആൻറ്റി റാഗിങ് സെല്ലൊക്കെ ഉണ്ട്. ഈ സെല്ലിൻ്റെ പ്രവർത്തനം പോലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ സെല്ലിലൊക്കെ വരുന്നത് ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനകത്ത് വരാറുണ്ട്, അല്ലെങ്കിൽ അധ്യാപകരോ മറ്റോ ഒക്കെ ഉണ്ട്. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഈ കേസുകളൊക്കെ പരിശോധിച്ചാലും എല്ലാ ക്യാമ്പസുകളിലും ആന്റി റാഗിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ പോലും വർഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ക്യാമ്പസുകൾ വീണ്ടും കലാപകലുഷിതമാവുകയാണ്. ഈ വിനോദ്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ ഒരുപക്ഷെ വിദ്യാർത്ഥികളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. നമ്മൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ആവേശം സിനിമ, ഈ ആവേശം സിനിമയിൽ കണ്ടതാണ് എങ്ങനെയാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നത്, മർദ്ദിക്കുന്നത്. അതിനുശേഷം ഇറങ്ങിയ പല സിനിമകളിലും, പല ന്യൂ ജനറേഷൻ സിനിമകളിലും കുട്ടികളെ ഈ ക്രിമിനൽ വാസനയിലേക്ക് നയിക്കുന്ന, പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി സംഭവങ്ങളുണ്ട്, നിരവധി സീനുകളൊക്കെ ഈ സിനിമകളിലൊക്കെ കാണാൻ കഴിയും. ഇതൊക്കെ ഒരു പരിധിവരെയും ഈ വിദ്യാർത്ഥികളെ, ഈ ക്യാമ്പസുകളെയൊക്കെ സ്വാധീനിക്കുന്നില്ലേ? തീർച്ചയായും ടോം, അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ സിനിമകളുടെ ആവേശം മാത്രമല്ല, ഈ സിനിമകളുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ ചലച്ചിത്ര ആസ്വാദകരൊക്കെ നമ്മളെ വിമർശിക്കും. എങ്കിലും പറയുകയാണ്, ഈ ആരാധകരുടെ തെറിവിളി കേട്ടാലും തിരക്കേടില്ല. ഈ മാർക്കോ പോലുള്ള സിനിമകൾ, ഉണ്ണിമുന്തൻ്റെ ആ സിനിമയിൽ ഗ്യാസ് കുറ്റി വെച്ച് കുഞ്ഞുങ്ങളെ തലയിൽ ഇടിച്ച് ചതച്ച് കൊല്ലുന്ന, കൈക്കുഞ്ഞുങ്ങളെയൊക്കെ ചതച്ച് കൊല്ലുന്ന സീനാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രസവം നടത്തുമ്പോൾ ആ കൈക്കുഞ്ഞിനെ വയറ്റിൽ നിന്ന് കീറിയെടുത്ത് കൊണ്ടുപോകുന്നതൊക്കെയാണ് അതിൽ ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണോ എന്നൊരു ചോദ്യം ടോം ചോദിച്ചതുകൊണ്ട് സാന്ദർഭികമായി പറയുകയാണ്. ഈ സിനിമയൊക്കെ കണ്ടിട്ട് മനസ്സ് മരവിച്ചാണ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ഇത്തരത്തിലാണോ സിനിമ കാണിക്കേണ്ടത്? ആവേശം, നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ ആക്ഷൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഹോളിവുഡിലൊക്കെ ഇഷ്ടംപോലെ ആക്ഷൻ സിനിമകളുണ്ട്. ഉത്തര കൊറിയൻ ചിത്രങ്ങൾ ഒക്കെ തന്നെ ഈ ആക്ഷൻ സിനിമകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ബ്രൂസ്ലിയുടെയോ ജെറ്റ്ലിയുടെയോ ഒക്കെ സിനിമകൾ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. കാലഘട്ടം മാറാം, ചിന്താഗതികൾ മാറാം, ഈ മോഡ് ഓഫ് ഓപ്പറാൻഡി മാറാം, ഈ ഫൈറ്റിൻ്റെ രീതി മാറാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഈ ഗ്യാസ് കുറ്റി കൊണ്ട് ഒരു കുഞ്ഞിനെ, കൈക്കുഞ്ഞിനെ ഇടിച്ച് ചതച്ച് കൊല്ലുന്നതും പിന്നെ അതിൻ്റെ ദൃശ്യം കാണിക്കുന്നതും, കൈ കുത്തിയിറക്കി ഹൃദയം പറിച്ചെടുക്കുകയും വില്ലൻ്റെ ഹൃദയം ശരീരത്തിനുള്ളിൽ നിന്ന് പറിച്ചെടുത്ത് കൊല്ലുകയൊക്കെയും ചെയ്യുന്ന സിനിമകൾ, ആളെ ബോംബ് വെച്ച് പൊട്ടിച്ച് ചിതറിച്ച് കൊല്ലുന്ന സീനുകൾ, ഇതെല്ലാം തന്നെ ഇങ്ങനെ ചിത്രീകരിക്കണോ? ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഒരു 18 വയസ്സോ 16 വയസ്സോ 17 വയസ്സോ ഉള്ള കുട്ടികളുടെ മനസ്സിൽ ഇത് ഉണ്ടാക്കുന്ന ചിന്ത എന്തായിരിക്കും? വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മളിങ്ങനെ നമ്മുടെ സ്പോട്ട് ലൈവിൽ പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല, എങ്കിലും പറഞ്ഞു പോവുകയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നും കരുതുന്നില്ല. പക്ഷേ ഒരു പ്രേക്ഷകൻ, ഒരു സിനിമ കാണുന്ന ഒരാൾ, സാധാരണ നിലയിൽ ചില സിനിമകളൊക്കെ കാണുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പറഞ്ഞു പോവുകയാണ്, ഈ സിനിമകൾ കണ്ടാൽ യുവതലമുറയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്താഗതി എന്തായിരിക്കും? ന്യൂജൻ സിനിമ എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ. ന്യൂജൻ സിനിമകൾ വേണം, നല്ല നല്ല സിനിമകൾ വേണം, ആളുകൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ വേണം, ആളുകളെ സന്തോഷിപ്പിക്കുന്ന സിനിമകൾ വേണം, ആക്ഷൻ സിനിമകൾ വേണം, വെടിവെപ്പും അത്തരത്തിലുള്ള ഫൈറ്റ് സീനും ഒക്കെ ഉള്ള സിനിമകൾ വേണം. പക്ഷേ ഇങ്ങനെയാണോ സിനിമ ചിത്രീകരിക്കുന്നത്? മലയാളത്തിലെ ഏറ്റവും വലിയ മനസ്സിനെ മടുപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ചിത്രം എന്നൊക്കെ ആ ലേബലിലൊക്കെയാണ് ചില സിനിമകൾ വരുന്നത്. ആ സിനിമയിൽ കാണിക്കുന്ന രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സിനിമ കണ്ട ഫീൽ അല്ല തോന്നുന്നത്. മനസ്സ് മരവിച്ചിട്ട് ഇത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോൾ അതുമായി ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ യുവതലമുറയെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ബാധിക്കുന്നത്? ഒരുപക്ഷെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ നടൻ പ്രേംകുമാർ പറഞ്ഞ സീരിയലുകളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പല സീരിയലുകളുടെയും നിലവാരം ഈ വൈകുന്നേരം ഇത് കണ്ടിട്ട് സാധാരണ ഒരു ശരാശരിയിൽ താഴെ ഒരു ചിന്താശേഷിയുള്ള ആളിനെ എങ്ങനെയായിരിക്കും ഈ സീരിയലുകൾ ബാധിക്കുക? അവരുടെ കുടുംബജീവിതത്തിൽ പോലും അതിന് വലിയ സ്വാധീനമുണ്ട്. ആ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സീരിയലുകൾ സ്വാധീനിച്ച് പ്രശ്നങ്ങളുണ്ടായ എത്രയോ സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. കുടുംബ കോടതിയിലൊക്കെ വരുമ്പോൾ പല സമയത്തും ഈ സീരിയലിലെ കഥാപാത്രങ്ങളെ പോലും തമ്മിൽ ഉപമിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന സ്ഥിതിയൊക്കെ നമുക്ക് റിപ്പോർട്ടിങ്ങിനിടയിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള സിനിമകൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്തരത്തിലാണോ സിനിമകൾ ചിത്രീകരിക്കേണ്ടത്? ഈ ബ്ലോക്ക് ബസ്റ്ററുകൾ സൃഷ്ടിക്കുന്നത് ആളുകളെ കൃത്യമായ നിരീക്ഷണമാണ് വിനോദ് നടത്തിയത്. അതായത് ഈ സിനിമകളും സീരിയലുകളും ഒക്കെ
ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും അത് കുട്ടികളെ, വിദ്യാർത്ഥികളെ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ ഈ രീതിയിലുള്ള കുറ്റവാളികൾ ഉണ്ടായി വരുന്നത്. പ്രത്യേകിച്ചും ഈ സമീപകാലത്ത് കോളേജുകളിൽ മാത്രമല്ല സ്കൂളുകളിലും വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ കൊലവിളി മുഴക്കുന്ന, അധ്യാപകർക്ക് നേരെ പോലും കൊലവിളി മുഴക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് നേരെയുണ്ടായ ഒരു ക്രൂരമർദ്ദനമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. മർദ്ദനത്തിൽ 13-കാരന്റെ കർണപുടം തകർന്നു. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് സംഘടിച്ചെത്തിയ വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 13-കാരനെ മർദ്ദിച്ചതെന്നാണ് പരാതി. 2 ആഴ്ച മുൻപ് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടൽ വൈകിയെന്ന് വിദ്യാർത്ഥിയുടെ കുടുംബം ആരോപിക്കുന്നു. മകനെ അറിയാത്ത കുട്ടികളാണിത്. അവന് ഒരു പേരറിയില്ല, ഇത് സ്കൂളാണ് പഠിക്കുന്നതെന്നൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പയ്യോളി സ്കൂളിലെ കുട്ടികളാണ് എന്നുള്ളത് അറിഞ്ഞത്. അവരൊരു വീഡിയോ, അവർ അടിക്കുന്ന സമയത്തെടുത്ത വീഡിയോ നമ്മളെ കയ്യിലെത്തി. അതിനുശേഷം അടി ഇത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. പിന്നെ ഇവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ അതിന്റെ മുന്നേ, ഒരു മാസം മുന്നേ നന്ദിയിൽ ഒരു കുട്ടിന്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അടിച്ചിട്ടില്ല. കുട്ടിനെ വിളിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് 1-2 അടി അടിച്ച് ഭീഷണിപ്പെടുത്തിയാ പോയത്. പക്ഷെ ഇവനവിടെ കളിക്കാൻ പോകുന്ന ഒരു ഇതില് അവർക്ക് അവിടെ കിട്ടിയ സ്ഥിതിക്ക്, ഇവനൊറ്റക്ക് കിട്ടിയ ഇതിൽ 4 പേര് കൂടി ഇവനെ പിടിച്ച് ആ ചെറിയ സൈഡിലുള്ള റോഡുമ്പിൽ കൊണ്ടുപോയിട്ടാണ് അടിച്ചത്. സ്കൂളും പേരും ചോദിച്ചിട്ട് അടിച്ചതെന്ന് മോൻ പറഞ്ഞു. തലക്കും ചെവിക്ക് അടിച്ച് ചായിട്ടൊക്കെ ചെയ്തു. അങ്ങനെ ചെവിക്ക് പാടൊക്കെ ഹോൾസ് ഉണ്ട്. അന്ന് തലവേദന ഒക്കെ ഉണ്ടായിരുന്നു. ചെവി അടയൊക്കെ ചെയ്തു. അത് കോച്ചിനോട് തല ഇറങ്ങിയാനും പോയി പറഞ്ഞു. കോച്ച് അന്നേരം വീട്ടിലേക്ക് വിളിച്ചു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, അത് പൂർണ്ണമായും പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് ആക്രമിച്ചതും ആക്രമണത്തിന് ഇരയായതും. അതുകൊണ്ട് തന്നെ ദൃശ്യം പൂർണ്ണമായും കാണിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ക്രൂരമായ മർദ്ദനം ആ വിദ്യാർത്ഥിക്ക്, 8ാം ക്ലാസ്സുകാരന് ഏൽക്കേണ്ടി വന്നുവെന്നാണ്. എന്തായിരുന്നു ഈ സംഭവത്തിന് പിന്നിൽ? ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ആരാണ് അനീഷ്? ടോം, 2 ആഴ്ച മുമ്പാണ് ഇപ്പോൾ ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങേയറ്റം ഞെട്ടിക്കുന്ന, അതായത് സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായത്. ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ക്രൂരമായ ആക്രമണം നടത്തുന്ന. കുട്ടിയുടെ വാക്കുകൾ തന്നെയുണ്ട്, ചെവിക്കും തലയ്ക്കുമൊക്കെ ഭീകരമായി അടിക്കുന്ന ഒരു സാഹചര്യം. അടിയുടെ ആഘാതത്തിൽ കർണപടം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഗുരുതരമായ പരിക്കുകളുണ്ട്. 3 മാസത്തോളം വിശ്രമം ആവശ്യമുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്ന അവസ്ഥയിലേക്ക് പോലും എത്തുന്ന തരത്തിലുള്ള ഒരു പീഡനമാണ് ആ കുട്ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. ഈ 2 കുട്ടികളും 2 സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആദ്യം ഈ കുട്ടിക്ക് ഈ വിദ്യാർത്ഥികളെ അറിയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് കുടുംബം നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് എന്ന സൂചനയാണ് ഈ കുട്ടിയുടെ അമ്മ നൽകുന്നത്. ആ ദൃശ്യങ്ങൾ പിന്നീട് ഈ കുടുംബത്തിന്റെ പക്കൽ, 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ പക്കൽ എത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സമീപപ്രദേശത്ത് തന്നെയുള്ള സ്കൂളിലെ കുട്ടികളാണെന്ന് ഇന്ന് കണ്ടെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പക്ഷേ ഈ പരാതി പോലീസിന്റെ പക്കൽ എത്തിയിട്ടും ആദ്യ ദിവസങ്ങളിൽ അർഹിക്കുന്ന ഒരു പരിഗണന ഈ കേസിന് നൽകിയില്ല എന്നൊരു പരാതി ഈ കുടുംബത്തിനുണ്ട്. പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയതോടുകൂടെ ആണ് ഇതിൽ ഒരു നടപടിയെടുക്കുകയും കുട്ടികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഈ ജുവനൈൽ ബോർഡ് മുമ്പാകെ നാളെ ഹാജരാവാൻ കുട്ടികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കുട്ടികൾ ജുവനൈൽ ബോർഡ് മുമ്പാകെ ഹാജരായ ശേഷമാവും ബാക്കി നടപടിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. എന്തായാലും അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പയ്യോളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഏത് തരത്തിലേക്കാണ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം മാറുന്നത്? ഒരു സഹപാഠി അല്ലെങ്കിൽ സമപ്രായക്കാരനായ മറ്റൊരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കാൻ ഈ തലമുറയ്ക്ക് യാതൊരു
മടിയും ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യജീവൻ പോലും അപഹരിക്കപ്പെടാൻ ഇടയുള്ള രീതിയിലുള്ള ആക്രമണം നടത്താൻ പോലും ഈ കുട്ടികൾക്ക് മടിയില്ല എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കേവലം ഈ പയ്യോളിയിൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലെ ദൃശ്യങ്ങളല്ല. നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരോടും മറ്റു പൊതുപ്രവർത്തകരോടും ഒക്കെ ബന്ധപ്പെടുമ്പോൾ ഇത്തരം നിരവധി സംഭവങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്നിവയൊക്കെ പരിഗണിച്ചാണ് പലപ്പോഴും ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുകയും ഈ കൂട്ടരെയും കൈ പിടിച്ച് പരസ്പരം മാപ്പൊക്കെ പറയിച്ച് വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു രീതി കാണുന്നത്. പക്ഷേ ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങേയറ്റം മോശമായ ഒരു പ്രവണത, അല്ലെങ്കിൽ ഇത്തരത്തിൽ വഴക്കടിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തീർച്ചയായും അനീഷ് സൂചിപ്പിക്കുന്ന പോലെ സമീപകാലത്ത് ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോട്ടയം പാലായിൽ ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയെ നഗ്നനാക്കി മർദ്ദിച്ചു. ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പ്രചരിപ്പിച്ചത് സഹപാഠികൾ തന്നെയായിരുന്നു. ഇവിടെയും ഈ ദൃശ്യങ്ങൾ ബോധപൂർവം ഇവർ പകർത്തുന്നു, പിന്നീട് ഇവർ തന്നെ പ്രചരിപ്പിക്കുന്നു. മുൻപ്, അതായത് വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപൊക്കെ പരിശോധിച്ച് നോക്കിയ എല്ലാ സ്കൂളുകളിലും ഇതുപോലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടന ഉണ്ടാകാറുണ്ട്. അത് വലിയ ചെറിയ വാക്കുതർക്കമൊക്കെ കയ്യാങ്കളിൽ കലാശിക്കുന്ന നിരവധി സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മാറുന്നു. അതായത് സ്കൂളിൽ ആയുധങ്ങളുമായി എത്തുന്നവർ ക്രൂരമായി വിദ്യാർത്ഥികളെ മർദ്ദിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ. എന്തായിരിക്കാം ഈ കുട്ടികൾ ഇങ്ങനെ മാറുന്നത്? സ്കൂളിലൊക്കെ വേണ്ട രീതിയിലുള്ള സ്കൂളുകളിൽ നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗും മറ്റുമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതൊക്കെ ഫലപ്രദമല്ല എന്നല്ലേ ഈ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അനീഷ്? ഇത് ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല, വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. നേരത്തെ ടോം പറഞ്ഞ പാലയിലെ അനുഭവമായാലും പാലക്കാട്ട് അധ്യാപകന് നേരെ കയർക്കുന്ന അങ്ങേറ്റം മോശമായി സംസാരിക്കുന്ന, പുറത്തു വന്നാൽ കാട്ടുതരാമെന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇവിടൊക്കെ കുട്ടികളോട് പറഞ്ഞ് കാര്യങ്ങൾ ശരിയാക്കാം എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് കുട്ടികൾ ഇത്ര സഹജീവിക്ക് ഒരു പരിഗണന പോലും നൽകാതെ ഈ സിനിമയിലും മറ്റുമൊക്കെ കാണുന്ന രീതിയിൽ വളഞ്ഞിട്ട് ഒരാളെ ആക്രമിക്കുകയും അങ്ങേയറ്റം പരിക്ക് പറ്റുക അല്ലെങ്കിൽ അപകടം വരിക എന്ന രീതിയിലേക്ക് പോലും അവർ പ്രകോപനപരമായി പെരുമാറുന്നത് എന്ത് എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. ഒരുപക്ഷെ നേരത്തെ വിനോദൊക്കെ പറഞ്ഞതുപോലെ ഈ സിനിമകളിലെ സ്വാധീനമൊക്കെ കുട്ടികളിൽ വല്ലാത്ത ചെലുത്തിയിരിക്കാം. പണ്ടൊക്കെ സ്കൂളിൽ ഈ മുഷ്ടി ഉപയോഗിച്ച് പരസ്പരം തല്ലുകൂടുന്നതും വഴക്കൂടുന്നതും ഒക്കെ കുട്ടികളിൽ പതിവാണെങ്കിലും ഒരു പരിധിക്ക് അപ്പുറം ഈ അപ്പുറത്ത് മറുവശത്ത് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കണം, അല്ലെ അവിടെ ക്രൂരമായ പരിക്ക് പറ്റണം എന്ന ഒരു ലക്ഷ്യം അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഒപ്പം ഈ പരിണിത ഫലങ്ങളെ കുറിച്ച് പോലും ഇപ്പോഴത്തെ ഈ തല്ലുകൂടുന്ന തലമുറ കാര്യമായി ചിന്തിക്കുന്നില്ല. ഒരു പൊതു കാര്യങ്ങൾ പോലെയാണ് ഈ പരസ്പരം പോരടിക്കുന്നത്, അല്ലെങ്കിൽ തെരുവിൽ തല്ലുകൂടുന്നൊന്നും ഒരു വലിയ പ്രശ്നമായി കണക്കാക്കുന്നില്ല. അതൊരു പക്ഷേ സമീപകാലത്തൊക്കെ ഇറങ്ങുന്ന സിനിമകളുടെയൊക്കെ ഒരു ആധിക്യം, അതിനകത്തൊക്കെ ഉള്ള രീതി പിന്തുടരാൻ കുട്ടികൾ ശ്രമിക്കുന്നതായിരിക്കും. ഈ വഴക്കടിക്കുമ്പോഴും അത് മറ്റു സഹപാഠികൾക്കിടയിൽ കിട്ടുന്ന ഒരു സ്വാധീനം, അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു വീരപരിവേഷമൊക്കെ കിട്ടുന്ന സാഹചര്യമായിരിക്കും. അതുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു കുഴപ്പമല്ലാതായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതുതന്നെയാണ് സമീപകാലത്ത് കണ്ട ഈ കുട്ടികൾ ഇടപെട്ട അക്രമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ കാര്യങ്ങളിലൊക്കെ വലിയ ഗൗരവതരമായ ഒരു ഇടപെടലുകളിലേക്ക് പലപ്പോഴും പോലീസിനോ മറ്റു അന്വേഷണ ഏജൻസികൾക്കോ പോകാൻ കഴിയില്ല. കാരണം അത്തരത്തിലൊരു നടപടി എടുത്താൽ കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതം ഇതിനെയൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഈ കടുത്ത നിയമ നടപടികളൊക്കെ. പക്ഷെ അത്തരം നിയമ നടപടികളെ കുറിച്ചുള്ള അറിവുകൾ, ഈ എന്ത് വന്നാലും ഇത്രയേ ചെയ്യാനുള്ളൂ എന്ന രീതിയിലൊക്കെ പല കുട്ടികളും പറയുന്നതായൊക്കെ പല കൗൺസിലർമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ വളരെ ബോധവാന്മാരാണ്. അത്തരം ഈ കുറ്റവാസന ഇല്ലാതാക്കുന്നതിനുള്ള കർശനമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. കായിക വിനോദങ്ങളിലും മറ്റുമൊക്കെ ഏറ്റവും അവരെ നേർവഴിക്ക് കൊണ്ടുപോകുന്നത് പലപ്പോഴും ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ സ്വാധീനം വളരെ ചെറിയ ക്ലാസ് മുതൽ കുട്ടികളിൽ കണ്ടുവരുന്നു എന്നതും വളരെ അപകടകരമാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള എന്തെങ്കിലും സ്വാധീനങ്ങളൊക്കെ ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ, ഒരുപക്ഷെ സിനിമകൾ അല്ലെങ്കിൽ കുടുംബത്തില് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ വളരുന്ന കുട്ടികൾ, നമ്മുടെ സാമൂഹ്യപരമായ മാറ്റങ്ങൾ, സാമൂഹ്യ അവസ്ഥ, ഇതൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടാകാം. പക്ഷെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ കൗൺസിലിംഗ് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ട്. ഇതുപോലെ കുറ്റവാളികളെ സൃഷ്ടിക്കുകയല്ല സ്കൂളുകളും ക്യാമ്പസുകളും ചെയ്യേണ്ടത്. ഒരു നന്മയിൽ
അല്ലെങ്കിൽ നല്ല ഒരു സ്വഭാവത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ സ്കൂളുകളിൽ നിന്നും അതോടൊപ്പം നമ്മുടെ സമൂഹവും കുടുംബവും ഒക്കെ ഇടപെടുകയാണ് ചെയ്യേണ്ടത്. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം. പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും ED പരിശോധന ആരംഭിച്ചതോടെ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തി. മുഖ്യപ്രതികളായ അനന്തുകൃഷ്ണൻ, ആനന്ദ്കുമാർ, ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ സംഘം രേഖകൾ പിടിച്ചെടുത്തു. അതേസമയം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശമുള്ളത്. നവമി ദിനേശും VV വിനോദും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം നവമിയിലേക്കാണ്. നവമി, ഒരു വശത്ത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നു ഈ പാതിവില തട്ടിപ്പ് കേസിൽ. അതിനിടെയാണ് ED ഒരു മിന്നൽ റെയ്ഡുമായി രംഗത്തെത്തിയത്. ഇന്ന് ഈ മുഖ്യപ്രതികളായ അനന്തുകൃഷ്ണൻ, ആനന്ദ്കുമാർ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുന്നത്? ടോം, ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലി വിൻസെന്റിന്റെ വീട്ടിലാണ്. ഈ അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ഒരു അഭിഭാഷകയായി അല്ലെങ്കിൽ ഒരു അഡ്വൈസറായിട്ടാണ് ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി അനന്തുകൃഷ്ണനിൽ നിന്ന് 45 ലക്ഷം രൂപ താൻ കൈപ്പറ്റിയിരുന്നു എന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്. പക്ഷെ അത് അന്വേഷണ സംഘം മുഖവരയ്ക്കെടുത്തിട്ടില്ല. കാരണം 2 വർഷത്തിനിടയിൽ 45 ലക്ഷം രൂപ മാത്രമായിരിക്കുമോ ലാലി വിൻസെന്റ് കൈപ്പറ്റിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അനന്തുകൃഷ്ണൻ നടത്തിയിരിക്കുന്നത് കോടികളുടെ തട്ടിപ്പാണ്, വലിയ തട്ടിപ്പാണ്. അനന്തുകൃഷ്ണനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ലാലി വിൻസെന്റ്. അതുകൊണ്ട് അതിൽ കൂടുതൽ പണം ലാലി വിൻസെന്റിനും എത്താനുള്ളൊരു സാഹചര്യമില്ലേ? ഈ തട്ടിയെടുത്ത പണങ്ങളിലെ ഒരു പങ്ക് ലാലി വിൻസെന്റിന് കിട്ടാനുള്ളൊരു സാഹചര്യമുണ്ടോ എന്നിങ്ങനെ കാര്യങ്ങളാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ, ബിനാമി ഇടപാടുകളുണ്ടോ, ഇക്കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഈ ഒരു റെയ്ഡ് 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. രാവിലെ 8 മണിയോട് ആരംഭിച്ച റെയ്ഡാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലാലി വിൻസെന്റ് ഫ്ളാറ്റിന് മുന്നിലാണ്. മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിലെ 108ാമത്തെ ഫ്ളാറ്റിനുള്ളിലാണ്. ലാലി വിൻസെന്റും ഇവിടെയുണ്ട്, ഈ മുറിക്കുള്ളിലുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥർ വിശദമായ ചോദ്യം ചെയ്യൽ, ഈ രേഖകൾ ശേഖരിക്കൽ അടക്കമുള്ള നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ആയിട്ട് ആഹാരവും ഉള്ളിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലും പുറത്തേക്ക് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ ഉള്ള കൃത്യമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ തെളിവ് ശേഖരണവുമാണ് ഇപ്പോൾ ഈ EDയുടെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലാലി വിൻസെന്റ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ അനന്തുകൃഷ്ണൻ താനുമായി അടുത്ത് നിൽക്കുന്ന ഒരു തന്റെ മകനെ പോലെ ഉള്ളൊരു വ്യക്തിയാണ്. ഈ അനന്തു ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തത്തില്ല എന്നൊക്കെ ലാലി വിൻസെന്റ് പറയുന്നുണ്ടെങ്കിൽ പോലും പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്ന, അല്ലെങ്കിൽ ഇന്നലെ അടക്കം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്, അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടുകളിൽ അനധികൃതമായി പണം കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിയെടുത്ത പണം, അതായത് ഈ പാവപ്പെട്ടവരിൽ നിന്നും പാതി വിലയ്ക്ക് സാധനം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിയെടുക്കുന്ന പണമെല്ലാം അനന്തുകൃഷ്ണന്റെ സ്വന്തം അക്കൗണ്ടുകളിലും പിന്നെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകളിലും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അതിൽ പകുതിയും തുക എവിടെയാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ രേഖകൾ ഇന്നലെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്, ഈ രേഖകളിൽ പകുതിയും, അതായത് ഈ പണത്തിന്റെ സോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ രേഖകളായിക്കോട്ടെ, ഇതെല്ലാം കടത്തിയിരിക്കുന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കാണാത്ത രീതിയിലാണ്, ഇതെല്ലാം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ EDയുടെ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഈ ഒരു പരിശോധന ഏറെ നിർണായകം കൂടിയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, ലാലി വിൻസെന്റിന് എത്ര രൂപയാണ് അനന്തുകൃഷ്ണൻ കൈമാറിയത്, മറ്റേതെങ്കിലും തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്കൊക്കെ ലാലി വിൻസെന്റ് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ടോ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും 6 മണിക്കൂർ ഇപ്പോൾ ഈ ഒരു പണം എവിടേക്ക് എത്തി, അതായത് തട്ടിപ്പോണ 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഈ പാതിവില തട്ടിപ്പ് കേസിൽ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കളത്തിലിറങ്ങിയിരിക്കുന്നത്. കൊച്ചിക്ക് പിന്നാലെ തിരുവനന്തപുരത്തും റെയ്ഡ് നടക്കുന്നുണ്ട്. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, തിരുവനന്തപുരത്ത് ആനന്ദ്കുമാറിന്റെ പ്രധാനപ്പെട്ട വീടുകളിലും ഓഫീസുകളിലൊക്കെ റെയ്ഡ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. EDയുടെ ഈ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? ടോം, രാവിലെ 8:30 മണിക്കാണ് റെയ്ഡ് ആരംഭിച്ചത്. ആനന്ദകുമാറിൻ്റെ വീട്ടിലും ചേർന്നുള്ള ഓഫീസിലും അതോടൊപ്പം തന്നെ തോന്നയ്ക്കൽ സായി ഗ്രാമമുണ്ട്. ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥലമാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടക്കുന്നുണ്ട്. EDയുടെ 2 സംഘമാണ് എത്തിയത്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നുമുള്ള സംഘങ്ങൾ.
നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇതുവരെ കാര്യമായി ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നിയമസഭയിൽ ഒരു സബ്മിഷനായി ഇത് ഉന്നയിക്കേണ്ടിരുന്നതാണ്. പക്ഷേ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നതിന് തൊട്ട് മുൻപ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുകയും സഭ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. അതായത് സഭയ്ക്കകത്തോ പുറത്തോ ഈ വലിയൊരു തട്ടിപ്പ് 500 കോടി രൂപയ്ക്ക് മുകളിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേരളം കണ്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് സഭയ്ക്കകത്തോ പുറത്തോ രാഷ്ട്രീയ വിഷയമായി വരാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ നടപടികളും സംശയ നിഴലിലാകുന്നത്. ഇന്ന് ആനന്ദകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ പോലീസ് റിപ്പോർട്ട് എത്താത്ത സാഹചര്യത്തിൽ 27ലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അതായത് ആനന്ദകുമാർ കാലങ്ങളായി നേടിയെടുത്തൊരു വിശ്വാസ്യതയുണ്ട്. ഈ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകൾ അതിലെല്ലാം തന്നെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. ഒരു തരത്തിലും ആനന്ദകുമാറിലേക്ക് കാര്യങ്ങൾ എത്താത്ത തരത്തിൽ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്ത തരത്തിലാണ് ഇതുവരെ നടപടി ഉണ്ടായത്. എന്നാൽ ED ഇപ്പോൾ രേഖകളെല്ലാം പലയിടങ്ങളിലായി കണ്ടെത്താൻ തുടങ്ങിയതോടുകൂടി ക്രൈംബ്രാഞ്ചും ഒരു വശത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് സമാന്തരമായ അന്വേഷണം ഒരേ കാര്യത്തിൽ നടക്കുന്നു എന്നതാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഒരു ഭാഗത്ത്, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മറ്റൊരു ഭാഗത്ത്. സംസ്ഥാന ഏജൻസിയാണ്. ഈ തരത്തിൽ രണ്ടുപേരും അന്വേഷണം നടത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ED വരുമ്പോഴും നമുക്ക് EDയുടെ ഈ ആവേശത്തെ അത്ര കണ്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ഒരു കാര്യം കൂടി സംശയമായി നിലനിൽക്കുന്നുണ്ട്. കാരണം കരുവന്നൂരിലെ ഈ തട്ടിപ്പ് വന്നപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയമായിരുന്നു. അവിടെ ED കാണിച്ച കാര്യങ്ങളെല്ലാം കേരളീയ ജനസമൂഹം കണ്ടതാണ്. സുരേഷ് ഗോപിയുടെയൊക്കെ പ്രഖ്യാപനം കണ്ടതാണ്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അന്വേഷണം എവിടെ എത്തി എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഈ ഏജൻസികളെല്ലാം തന്നെ ഈ സംവിധാനത്തിന് മുകളിൽ, കോൺഫെഡറേഷന് മുകളിൽ, അല്ലെങ്കിൽ ഈ സായി ഗ്രാമം എന്ന ഈ ആനന്ദകുമാറിൻ്റെ ട്രസ്റ്റിന് മുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തട്ടിച്ച പണം എവിടെ പോയി, അത് ആരുടെ കൈകളിലെത്തി, അത് എന്തിനു നൽകി, ഈ അക്കൗണ്ടുകളുടെ പരിശോധന തുടങ്ങിയ കാര്യങ്ങളിൽ എത്രമാത്രം വേഗത്തിൽ ഇതുവരെ നടപടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ മെല്ലെപ്പോക്കെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അത് ആനന്ദകുമാറിന് എല്ലാ പാർട്ടികളും ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ തെളിവായി ഇവിടെ ഈ പാതിബല തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ഇവർ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നായിരുന്നു തുടക്കം മുതൽ പുറത്തു വന്ന വിവരങ്ങൾ. നമ്മൾ അതിന്റെ തെളിവ് അടക്കം നേരത്തെ പുറത്തു വന്നതാണ്. അതുകൊണ്ടാണോ EDയുടെ ഈ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? അതോ ഈ ക്രൈംബ്രാഞ്ച് പല ഉന്നതരെയും സംരക്ഷിക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ED അതിവേഗത്തിൽ കേസെടുക്കുകയും ഇത്തരത്തിലൊരു റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടന്നത്? ടോം, ഈ ഒറ്റ നോട്ടത്തിൽ ഇത് കേസ് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രതയായൊന്നും കാണാൻ കഴിയുന്നില്ല. മറിച്ച് ഇത് രണ്ട് ഏജൻസികൾ ഈ സംവിധാനത്തിന് മുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നു. അത് ഒരു വശം. ആനന്ദകുമാറിനെ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല, അവിടെ ഒരു സോഫ്റ്റ് കോർണർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന ആരോപണം അത് ശക്തമായി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിവിധ കേസുകളിൽ ഇപ്പോൾ അനന്തകൃഷ്ണൻ എന്ന 27-കാരൻ ഒറ്റയ്ക്കാണോ ഈ തട്ടിപ്പ് നടത്തിയത്? വിശ്വസിക്കാൻ പ്രയാസമാണ്. 500 കോടിക്ക് മുകളിൽ ഒരു സംവിധാനം, ഈ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ചത് അനന്തകൃഷ്ണൻ ഒറ്റയ്ക്കല്ല. അത് ആനന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ NGOയ്ക്ക് കീഴിൽ ഈ സംസ്ഥാനത്തെ ചെറിയ ചെറിയ ട്രസ്റ്റുകളെയും ചാരിറ്റബിൾ സൊസൈറ്റികളെയും ഒക്കെ കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു കോൺഫെഡറേഷനാണ്. ആ കോൺഫെഡറേഷനിലെ അംഗങ്ങളെയാണ് ഈ പിരിവിന് വേണ്ടി കോർഡിനേറ്റർമാരായി നിയോഗിച്ചത്. അവരാണ് നാട് നീളെ നടന്ന ആളുകളിൽ നിന്ന് പണം പിരിച്ചത്. 55,000 രൂപ പിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ 5,500 രൂപ ഇവർക്ക് കമ്മീഷനായി ലഭിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് ഇങ്ങനൊരു പിരിവ് നടത്തിയത്. എങ്ങനെയാണ് ഈ കോൺഫെഡറേഷൻ രൂപീകരിച്ചതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് ഇപ്പോൾ ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റികളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങളുണ്ട്. അവിടെ 4 or 5 അന്തേവാസികളുണ്ടാകും, വയസ്സായ ആളുകൾ, അല്ലെങ്കിൽ ഒരു 5 or 10 കുട്ടികൾക്ക് പഠനസഹായം നൽകുന്നൊരു സംവിധാനം. അവർക്ക് വലിയ തോതിൽ ഫണ്ട് കണ്ടെത്താൻ കഴിയില്ല. ഇവർക്കുള്ള ഭക്ഷണത്തിനോ പഠനത്തിനോ ഉള്ള തുക കണ്ടെത്താൻ പ്രയാസമാണ്. അവിടെയാണ് ഒരു വാഗ്ദാനമായി വരുന്നത്, ഞങ്ങൾ വലിയ സംവിധാനമാണ്, സായി ഗ്രാമം പോലെ ഏറ്റവും വലിയൊരു സംവിധാനമാണ്, ഒരു കോൺഫെഡറേഷൻ, അതായത് ഇത്തരം സംഘടനകളുടെ ഒരു കൂട്ടായ്മ ഒരു കുടക്കീഴിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു. അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് സായി ഗ്രാമം വരുന്നു. അതിൻ്റെ ആജീവനാന്ത രക്ഷാധികാരിയായി ആനന്ദകുമാർ വരികയും ചെയ്യുന്നു. അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞുവെന്നാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം അതിൽ തുടരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശൃംഖല സൃഷ്ടിക്കുകയും
ഇതിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഈ നാട് നീളെ ഇവർക്ക് ഈ തരത്തിൽ പണം പിരിക്കാനുള്ള സംവിധാനമില്ല. ഇവരുടെ കീഴിലേക്ക് ഈ ട്രസ്റ്റുകളെല്ലാം കൊണ്ടുവരികയും ആ ട്രസ്റ്റുകൾ ഇവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ 5500 രൂപ ഒരു സ്കൂട്ടറിന് കമ്മീഷൻ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നാട്ടിലെ ആളുകളിൽ നിന്ന് മുഴുവൻ പണം പിരിക്കുന്നു. മാത്രമല്ല, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പോലും ഒരു ധാരണാപത്രം ഒപ്പിടുകയാണ്. ആ ധാരണാപത്രം ഒഴിവാക്കിയതായി ഒരു അറിയിപ്പായി രേഖാമൂലം ഇതുവരെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഭാഗത്തു നിന്നൊരു അറിയിപ്പുണ്ടായിട്ടില്ല. ഏതാണ്ട് 150 പത്രപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പട്ടിക തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഔദ്യോഗികമായി പുറത്തിറക്കുകയും ചെയ്തു. വലിയ ക്ഷേമ പ്രവർത്തനമായാണ് ഇതിനെ കൊട്ടിഘോഷിച്ച് മാധ്യമപ്രവർത്തകർക്കിടയിൽ കൊണ്ടുവന്നത്. BJP നേതാവായ AN രാധാകൃഷ്ണൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, തിരുവനന്തപുരത്തെ മാധ്യമ സമൂഹം ഇതിനൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടാണ് ഇതിൽ വിശ്വസിച്ച് ഞങ്ങൾ ഇറങ്ങിയതെന്നാണ്. അതായത് പ്രസ് ക്ലബ്ബുമായി ഉണ്ടാക്കിയ ധാരണാപത്രം ഇതിനൊരു മറയാക്കി ആ ചിത്രങ്ങൾ പോലും ഈ തട്ടിപ്പിന് ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർ വരുമ്പോൾ അതിന് വലിയ വിശ്വാസ്യതയും സ്വീകാര്യതയും ലഭിക്കും. ഈ തട്ടിപ്പുകാർ അതുപോലും വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. പക്ഷേ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തട്ടിപ്പിന് കളമൊരുക്കി എന്ന് പറഞ്ഞൊരു പരാതി പോലും പോയിട്ടില്ല. അവിടെയാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത്, മാധ്യമപ്രവർത്തകരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ സംവിധാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ED വന്നു. സംശയം നിഴലിലുള്ളവരുടെ മുഴുവൻ അക്കൗണ്ട് പരിശോധിക്കേണ്ട ആവശ്യകത കൂടി ഉണ്ട്. ടോം, തീർച്ചയായും അതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതിൽ എത്ര ഉന്നതരുണ്ടെങ്കിൽ പോലും അത് ആരൊക്കെയാണ് ആരോപണ വിധേയർ, പ്രതിപട്ടികയിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകളുടെ പേര് വരുമായിരിക്കുമോ? ഇക്കാര്യങ്ങളൊക്കെ എന്തായാലും അന്വേഷണ സംഘം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം പലരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള നീക്കങ്ങൾ, പല രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ ഒരുപക്ഷെ ഈ കേസിൽ ഉണ്ടാകാം. എന്തായാലും കേസെടുത്തെങ്കിലും ഇതുവരെയും ഈ ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം, അതായത് ED എത്തിയതോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘവും ഉണർന്നത്. അനന്തകൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന കമ്പനിയിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് റെയ്ഡ് നടത്തുകയും ചെയ്തു. നവമി ദിനേശിലേക്ക്. നവമി, EDയുടെ റെയ്ഡിന് പരിശോധനയ്ക്കൊപ്പം ഈ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന, അന്വേഷണവും ഈ കേസിൽ ഇപ്പോൾ എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, 2 ദിവസത്തെ കസ്റ്റഡിക്കാണ് ഇന്നലെ കോടതി ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും നാളെയുമായിട്ട് എത്രയും വേഗം തെളിവെടുപ്പ് അടക്കമുള്ളവ പൂർത്തിയാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ, പരിശോധന അടക്കമുള്ളവ പൂർത്തിയാക്കിയതിനു ശേഷം അന്വേഷണ സംഘത്തിന് അനന്തകൃഷ്ണനെ വിട്ടുകൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് എത്രയും വേഗത്തിലേക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് കടവന്ത്രയിലുള്ള അനന്തകൃഷ്ണന്റെ ഓഫീസിലെത്തി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തി. ഇനി ഏതൊക്കെ രേഖകളാണ് അവിടെ നിന്ന് ലഭിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 21 അക്കൗണ്ടുകളാണ് അനന്തകൃഷ്ണനുള്ളത്. ഇതിലൊക്കെ കോടികളുടെ സ്വത്ത് വകകൾ, അല്ലെങ്കിൽ കോടികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അനന്തകൃഷ്ണൻ ഒറ്റയ്ക്കാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയതെന്ന് ഇപ്പോഴും അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. പക്ഷേ പ്രമുഖരായിട്ടുള്ള ആളുകളിലേക്ക്, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കളിലേക്കൊക്കെ അന്വേഷണം തുടക്കത്തിൽ നീണ്ടുവെങ്കിലും പിന്നീട് അവരുടെയൊക്കെ പേര് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ 2 ദിവസത്തെ അനന്തകൃഷ്ണന്റെ വിശദമായ ചോദ്യം ചെയ്യലിലൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിച്ചേ മതിയാകൂ. ഒപ്പം ഈ പരാതിക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴിയെടുക്കേണ്ടതുണ്ട്. അവർ എത്ര രൂപ കൈപ്പറ്റി, ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. കാരണം 1000-ലധികം പരാതിയുണ്ട്. ഇവരെ എല്ലാവരെയും വിശദമായി മൊഴിയെടുക്കുക എന്ന് പറയുമ്പോൾ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ മാത്രം മൊഴിയെടുത്താൽ മതി എന്നൊരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായി നിൽക്കുന്നതാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകൾ. ഈ AN രാധാകൃഷ്ണനെ പോലെ തന്നെ നിരവധി ആളുകൾ ഇതിൽ ഇടനിലക്കാരായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സീഡ് സൊസൈറ്റി അടക്കമുള്ളതിൽ ഒക്കെ ഈ അനന്തകൃഷ്ണന്റെ പണം ആളുകളിൽ നിന്നും വിശ്വസിച്ച്, അല്ലെങ്കിൽ ഈ പാതി വിലയ്ക്ക് സാധനം വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇടനിലക്കാരായി നിൽക്കുന്നവരുണ്ട്. അവരെ ഏത് വിധേനയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള ഒരു സംശയത്തിൽ കൂടി അന്വേഷണ സംഘം എത്തി നിൽക്കുന്നുണ്ട്. കാരണം ഇവർക്ക് കൂടുതലായിട്ടുള്ള തട്ടിപ്പ് തുക ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. കാരണം ഇവർ ഇടനിലക്കാരായി മാത്രമാണ് നിൽക്കുന്നത്. ഇവർക്കൊരു സർവീസ് ചാർജ് എന്ന നിലയിൽ മാത്രമായിരിക്കും ഇവർ പണം കൈപ്പറ്റിയിട്ടുള്ളത്. അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ അനന്തകൃഷ്ണനെ മാത്രം പ്രതിയാക്കിയാൽ മതിയോ, കൂടുതൽ ആളുകളിലേക്കൊക്കെ നീളേണ്ടതുണ്ടോ എന്നൊരു സംശയം കൂടി നിൽക്കുന്നുണ്ട്. അത് അനന്തകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അന്വേഷണ സംഘത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദുമാണ് വിവരങ്ങൾ നൽകിയത്. ഒരേ സമയം ഈ പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെയും ഇഡിയുടെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവിധയിടങ്ങളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും ഇഡിയും ക്രൈംബ്രാഞ്ചും റെയ്ഡ് നടത്തി. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസം മാത്രമാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. മറ്റന്നാൾ രാവിലെ 10 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. പ്രതി റിജോ ആന്റണിയുമായി ഇന്നലെ ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ കേസിൽ പിടിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി റിജോ ആന്റണി പറഞ്ഞത് ഭാര്യ വിദേശത്തു നിന്ന് അയച്ചു തന്ന പണം ധൂർത്തടിച്ച് നശിപ്പിച്ചു. ഭാര്യ വരുന്നതിന് മുൻപ് ഈ പണം തിരികെ വെക്കുന്നതിന് വേണ്ടി നടത്തിയ, അതായത് ഭാര്യയെ പേടിച്ചിട്ട് നടത്തിയ കവർച്ചയാണെന്നാണ്. അതുകൊണ്ടാണ് ഈ 15 ലക്ഷം രൂപ മാത്രം കവർച്ച ചെയ്തത് എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഈ പ്രതിയുടെ മൊഴികൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഇപ്പോൾ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടല്ലോ, എന്തൊക്കെയായിരിക്കും പോലീസിന്റെ നീക്കങ്ങൾ? ടോമി കേസിൽ നിലവിൽ ഇയാൾ പറയുന്നതിന് അപ്പുറം മറ്റൊന്നും കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു വാസ്തവം തന്നെയാണ്. മറ്റ് ആനുപാതികമായ മറ്റ് തെളിവുകളും കാര്യങ്ങളും എല്ലാം ഇയാൾ പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവ തന്നെയാണ്. പിന്നീടുള്ളത് പോലീസിനൊരു സംശയമാണ്. കാരണം ഇങ്ങനെയൊരു കവർച്ച നടത്താനുള്ള ഒരു തയ്യാറെടുപ്പുകൾ, രീതികൾ ഇയാൾക്ക് ഒറ്റയ്ക്ക് സാധിച്ചിരുന്നു. മുൻപ് ഒരിക്കൽ പോലും മറ്റൊന്നിലും ക്രൈം സീനിലും വരാത്തൊരാൾക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്നൊരു സംശയവും, അതോടൊപ്പം തന്നെ അതിവിദഗ്ധമായി ഈ പോലീസിനെ എല്ലാം തന്നെ കബളിപ്പിച്ചുകൊണ്ട്, ഈ സന്നാഹങ്ങളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഇയാൾക്ക് ദിവസമെങ്കിലും മാറി നിൽക്കാനായിട്ട് സാധിക്കുകയും പിന്നീട് പോലീസിൻ്റെ ഒരു പരിശോധനയും ഇല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് വീട്ടിലേക്ക് എത്താൻ എല്ലാം തന്നെ സാധിച്ചു. അത് ഇത് ഒറ്റയ്ക്ക് ഇയാൾ ചെയ്തതാണോ എന്നൊരു സംശയം ഇപ്പോഴും പോലീസിന് നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിലും ഈ ഒരു പെരുമാറ്റ സാഹചര്യവുമെല്ലാമാണ്. പക്ഷേ നിലവിൽ മറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഘടകങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. പോലീസ് നിരന്തരമായി ഇയാളുടെ ഈ മൊബൈൽ ഫോണുകൾ, കോളുകൾ, അതിൻ്റെ സഞ്ചാരം ഇതെല്ലാം തന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റൊന്നും സംശയകരമായ അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടില്ല. എങ്കിൽ കൂടിയും ഒന്നുകൂടി ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചുറപ്പിച്ച് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു. അതിന് ഈ കസ്റ്റഡി കാലാവധി ഉപയോഗപ്പെടുത്തും. ഒപ്പം തെളിവെടുപ്പുകൾ ഒന്നുകൂടി പൂർത്തിയാക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇയാൾ ധരിച്ചിരുന്ന ഈ കയ്യുറയും മാസ്കും എല്ലാം തന്നെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് ഒരിടത്ത് വെച്ച്. അപ്പോൾ അവിടേക്ക് എത്തേണ്ടതുണ്ട്. ഒപ്പം ഇയാൾ ഈ നമ്പർ പ്ലേറ്റ്, സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് ഇയാൾ ഒരിടത്തു നിന്ന് ഇളക്കിയെടുത്താണ് ഘടിപ്പിച്ചത്. ഇത് ഉപേക്ഷിച്ചിട്ടുമുണ്ട്. അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഉപേക്ഷിച്ചെടുത്ത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടെടുക്കേണ്ടതും കൂടി ആവശ്യമാണ്. കാരണം ഇത് ഈ കേസിലെ നിർണായകമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇതിന് ഇയാൾ ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെയാണ്, തെളിവെടുപ്പ് പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെയാണ് പോലീസിന് സംശയമുള്ള ഇടങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും പരിശോധന നടത്തുകയും എല്ലാം തന്നെ വേണം. അതുകൊണ്ടാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുകയും ചെയ്യുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ട് 2 ദിവസമാണ് കോടതി അനുവദിച്ചത്. അത് പ്രത്യേകിച്ച് ഇതിൽ പിന്നീട് ഇനി അധികം പണം കണ്ടെത്താനില്ല. ആകെ 10,000 രൂപ മാത്രമാണ് ഈ മോഷ്ടിക്കപ്പെട്ട കവർച്ച ചെയ്യപ്പെട്ട തുകയിൽ അയാൾ ചെലവഴിച്ചിട്ടുള്ളൂ. അത് തിരികെ കിട്ടിയിട്ടുണ്ട്. മറ്റ് സാഹചര്യങ്ങളെല്ലാം പോലീസ് വിശദമാക്കി നേരത്തെയും റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് 2 ദിവസത്തെ ഒരു കസ്റ്റഡി പോലീസിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സമയത്ത് പൂർണ്ണമായും പോലീസ് ഉദ്ദേശിക്കുന്നത് ഇതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നത് തന്നെയാണ്. അതിന് കൂടുതലായും അയാളുടെ മൊബൈൽ ഫോൺ വിവരങ്ങളും വിശദാംശങ്ങളും ചോദിച്ചറിയുക. ഒപ്പം തന്നെ ഒന്നുകൂടി കൃത്യമായി അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ച് ഏതെല്ലാം രീതിയിലേക്കാണ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല പിന്നീട് ഇതിനു വേണ്ടി ഇയാൾ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തതായി പറയുന്നുണ്ട്. ബാങ്കിൽ ഇതിനു മുൻപ് ചെല്ലുകയും അവിടെയുള്ളവരോട് സംസാരിക്കുകയും കാര്യങ്ങളും നിരീക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇയാൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. മറ്റാരെങ്കിലുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ടോ, മറ്റാരെങ്കിലും പരിചയക്കാരുണ്ടോ എന്നത് നോക്കേണ്ടതുണ്ട്. ബാങ്കിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം
ദൂരത്തിൽ മാത്രമാണ് ഇയാളുടെ വീടുള്ളത്. അപ്പോൾ അയാളെ സ്വാഭാവികമായും പരിചയമുള്ളതും കാര്യങ്ങളുമെല്ലാം തന്നെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒന്നുകൂടി ഉറപ്പ് പോലീസിനെ വരുത്തേണ്ടതുണ്ട്. കാരണം ഇത് കേരളത്തെ ഞെട്ടിച്ച ഒരു ബാങ്ക് കവർച്ചയാണ്, ഒരു പ്രത്യേകതരം ബാങ്ക് കവർച്ചയാണ്. കാരണം വീട്ടിൽ നിന്ന് ഒരു കത്തിയുമായി എത്തിയ ഒരാൾ ബാങ്ക് കൊള്ളയടിച്ചു പോയെന്ന് പറയുന്ന രീതി വളരെ ലാഘവത്തോടെ നടപ്പാക്കിയ ഒരു കാര്യം, ഇയാൾ അത്ര കണ്ട ഇതിൽ ഒരു ആത്മവിശ്വാസത്തോടെ വരുന്നെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിചിതമായ സാഹചര്യമുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അവിശ്വസനീയമായ കഥകളായിരുന്നു ഈ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. പ്രതി റിജോ ആന്റണിയുടെ മൊഴികൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇയാളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. പത്തനംതിട്ട പെരുന്നാട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ? ജിതിൻ വധക്കേസ് രാഷ്ട്രീയ കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. പ്രതികളിൽ ചിലർക്ക് പാർട്ടി ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് കൊലപാതകം നടത്തിയത് RSS ആണെന്ന് CPM ആവർത്തിക്കുന്നത്. കൊലപാതകം RSSന്റെ തലയിൽ കെട്ടിവെച്ച് പിരിവ് നടത്താനുള്ള CPM ശ്രമം പൊളിഞ്ഞുവെന്ന് BJPയും തിരിച്ചടിച്ചു. ഒരിക്കലും അവർക്ക് RSSനോ BJPക്കോ അവിടുത്തെ BMSനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു രക്ഷയും ഉണ്ടാകത്തില്ല. കൈ കഴുകി രക്ഷപ്പെടാൻ എന്ന് ഒരു കാരണവശാലും കഴിയില്ല. പോലീസ് ഒരു രാഷ്ട്രീയ കൊലപാതകം ആണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പ്രകടനം നടക്കുക, ആ പ്രകടനത്തിന് നേരെ ഒരു അക്രമം ഉണ്ടാവുക, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്, ആ രാഷ്ട്രീയ സംഘർഷങ്ങൾ പരസ്യമായിട്ടുണ്ടായാൽ അങ്ങനെ ഒരു കാരണമാവാം. സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു സംഘമാണ് ഈ അവിടുത്തെ പ്രധാനപ്പെട്ട RSSന്റെ പ്രവർത്തകർ. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMുമായിട്ടും DYFIയുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. കേസിലെ പ്രതികളിൽ ഒരാളായ നിഖിലേഷ് CITUകാരനാണെന്ന് നിഖിലേഷിന്റെ അമ്മ വെളിപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട ജിതിന്റെ സംസ്കാരം നാളെ നടക്കും. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ കേസിൽ പ്രതികളിൽ ഒരാളായ നിഖിലേഷിന്റെ അമ്മ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ പ്രതി, അതായത് നിഖിലേഷ് CIT പ്രവർത്തകനാണ്. മാത്രമല്ല ഈ പ്രതികളിൽ DYFI ബന്ധമുള്ളവരുണ്ട്. പക്ഷേ ഇവിടെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് CPM നേതൃത്വം രംഗത്തെത്തുന്നു. ഇപ്പോഴും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന ആരോപണത്തിൽ CPM എന്തുകൊണ്ടാണ് ഉറച്ചു നിൽക്കുന്നത്? ഈ വിഷയത്തിൽ പോലീസ് FIR വളരെ വ്യക്തമായി തന്നെ ഇത് തള്ളിക്കളയുന്നുണ്ടല്ലോ. ടോമേ, ഈ ജിതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പരസ്പര ആരോപണങ്ങളാണ് CPMും BJPയും ഉന്നയിക്കുന്നത്. പ്രതികളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിലാണ് ഇത്തരത്തിലൊരു ആരോപണമുള്ളത്. അതായത് പ്രതികളെല്ലാം 8 പ്രതികളും CPMകാരാണെന്നാണ് BJP ആരോപിക്കുന്നത്. അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതികളൊക്കെ BJP ബന്ധവും RSS ബന്ധമുള്ളവരാണെന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി തുടക്കം മുതൽ ആവർത്തിച്ചു വരുന്നത്. എന്തായാലും 8 പ്രതികളിൽ 3 പേര് CITU പ്രവർത്തകർ DYFI പ്രവർത്തകരുമാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം സമീപകാലത്ത് ഇവർ DYFIയിൽ 2 പ്രതികൾ എത്തിയിരുന്നു. അവർ പിന്നീട് തിരിച്ചുപോയി എന്നുള്ളതാണ് CPMന്റെ വാദം. പക്ഷേ നിലവിലത്തെ ഈ കൊലപാതക കേസിൽ 2 പ്രതികൾ CPMുമായി ബന്ധപ്പെട്ട DYFIയുമായി ബന്ധപ്പെട്ടവരാണ്. അവർ നേരത്തെ ഈ കൊലപാതക കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണെന്നുള്ള രീതിയിലാണ് BJP ഉന്നയിക്കുന്നത്. അതിന് കാരണമായി അവർ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം CPM പറയുന്നത് RSSൽ നിന്ന് വന്ന 2 പേരായിരുന്നു. പക്ഷേ അവർ 2-3 മാസക്കാലം മാത്രമാണ് പാർട്ടിയിലുണ്ടായിരുന്നത്. പിന്നീട് അവരുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംഘടനയിൽ നിന്ന് അവരെ പുറത്താക്കി അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായെന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കുന്നത്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കൃത്യമായി എല്ലാ പ്രതികളും CPMകാരാണ്, അല്ലെങ്കിൽ CITU പ്രവർത്തകരാണ്, DYFI പ്രവർത്തകരാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് VA സൂരജും ആരോപിക്കുന്നത്. ഈ പാർട്ടി ഇത്തരം കാര്യങ്ങൾ ഈ പ്രതികളെല്ലാം സ്വാഭാവികമായിട്ടും RSSകാരാണെന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രതികളിൽ ഒരാളായ നിഖിലേഷിന്റെ അമ്മ ഇന്നലെ വ്യക്തമാക്കിയത് നിഖിലേഷ് CITU പ്രവർത്തകനാണ്, ടിപ്പർ
വണ്ടി ഓടിക്കുന്ന ടിപ്പറിന്റെ ഓണറാണ് നിഖിലേഷ്. CA2വിന്റെ സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഉറച്ച് കാര്യം കൂടി ഇന്നലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെ ഇന്നലെ നിഖിലേഷിന്റെ അമ്മയും ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്ത് വന്നു. എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. നിലവിൽ CPM പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെ ആണ് ഇപ്പോഴും ഇത്തരം ആരോപണങ്ങളൊക്കെ പറയുമ്പോഴും CPM നേരത്തെ ഉന്നയിച്ച കാര്യത്തിൽ തന്നെയാണ് CPM ജില്ലാ നേതൃത്വമുള്ളത്. അത് പ്രധാനമായും 8 പ്രതികളും RSSകാരും BJPക്കാരുമാണെന്ന് ആവർത്തിച്ച് ജില്ലാ സെക്രട്ടറി വീണ്ടും പറയുന്നുണ്ട്. ഏതായാലും പ്രതികളെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഈ ചർച്ചയാവുന്നത്. എന്തായാലും വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. രാസലഹരിയുമായി IT എഞ്ചിനീയർ തിരുവനന്തപുരത്ത് പിടിയിൽ. ടെക്നോ പാർക്കിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മുരുക്കുമ്പുഴ സ്വദേശി മിഥുൻ മുരളിയാണ് കഴക്കൂട്ടം എക്സൈസിന്റെ പിടിയിലായത്. ടെക്നോ പാർക്കിലെ പ്രമുഖ കമ്പനിയിൽ ഡാറ്റ എഞ്ചിനീയറാണ് പിടിയിലായ മിഥുൻ മുരളി. വീട് വാടകയ്ക്കെടുത്താണ് ലഹരി കച്ചവടം ഇയാൾ നടത്തി വന്നിരുന്നത്. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഒരു IT എഞ്ചിനീയറാണ് രാസലഹരിയുമായി MDMAയുമായി എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. ലഹരി കച്ചവടം ഇയാൾ തനിച്ചായിരുന്നു നടത്തിയിരുന്നതോ ഒരു വലിയ സംഘം തന്നെ, ഒരു മാഫിയ തന്നെ ഇയാൾക്ക് പിന്നിലുണ്ടോ? ടോം, യുവാക്കൾ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം തന്നെയാണ് നമുക്കിപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ IT പാർക്കുകളിലൊന്നായ ഈ കഴക്കൂട്ടത്ത് ഒരു പ്രമുഖ കമ്പനിയിലെ ഡാറ്റ എഞ്ചിനീയറായ മുരുക്കുമ്പുഴ സ്വദേശിയായ മിഥുൻ മുരളി എന്ന 27-കാരനാണ് ഇപ്പോൾ ഈ പറയുന്ന MDMAയുമായി പിടികൂടിയത്. ഇദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഇദ്ദേഹം ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ഈ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇദ്ദേഹം ആവശ്യക്കാർക്ക് ഈ ലഹരി എത്തിച്ചു നൽകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടപാടുകൾ പ്രാദേശികമായ ഒരു ഇടപാടും നടത്താതെ ഈ പറയുന്ന IT മേഖലയിലേക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ കച്ചവടം ഉറപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധാരാളം ഉപഭോക്താക്കൾ ഇവർക്കുണ്ടായിരുന്നു എന്നും അറിയുന്നു. ഇത് എക്സൈസിന് ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിലേക്ക് എത്താൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം പ്രാദേശികമായ ഇടപാടുകളില്ല എന്നത് തന്നെയായിരുന്നു അവരുടെ പ്രശ്നം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം മൺവിളയിൽ MDMA വിൽക്കാൻ പോകുന്ന സമയത്തായിരുന്നു, ഇടപാട് നടത്താൻ പോകുന്ന സമയത്തായിരുന്നു എക്സൈസിന്റെ പിടിയിൽ ഇദ്ദേഹമാകുന്നത്. ഇദ്ദേഹത്തിൽ നിന്ന് 32 ഗ്രാം MDMAയാണ് പിടികൂടിയതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഒപ്പം 75,000 രൂപയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എക്സൈസ് കണ്ടെത്തി. ഇത് വീട്ടിൽ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന അദ്ദേഹത്തെ ഇപ്പോൾ കോടതിയിലോട്ട് ഹാജരാക്കിയിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിയുന്നു. ടോം, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി യുവാക്കൾ, അതായത് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ പോലും ലഹരിയിലേക്ക് വഴിമാറുന്നു. കൊച്ചിയിൽ ഒരു ഡോക്ടറെ ലഹരിയുമായി MDMAയുമായി പിടികൂടിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. തിരുവനന്തപുരത്ത് ഒരു IT എഞ്ചിനീയറാണ് MDMAയുമായി പിടിയിലായിരിക്കുന്നത്. അതോടൊപ്പം നെയ്യാറ്റിൻകരയിൽ 7 ലക്ഷത്തോളം രൂപ വില വരുന്ന MDMAയുമായി 3 യുവാക്കളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.